ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പീയണിക്ക കൊണ്ട് നല്ലൊരു വറുത്തരച്ച തീയലുണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് തരിക. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പീയണിക്ക, തക്കാളി എന്നിവ ആഡ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് പീയണിക്ക വേവുന്നതിന് ആവശ്യമായ വെള്ളം ചേർക്കാം. പാകത്തിന് ഉപ്പും ചേർക്കാം. ഉപ്പും ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ പീയണിക്ക നല്ലതുപോലെ വെന്ത് കിടക്കുകയാണ്. പീയണിക്ക പെട്ടെന്ന് വേവും. ഇത് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ബൗൾ തേങ്ങ ആഡ് ചെയ്ത് തേങ്ങ നല്ലതുപോലെ വറുത്തെടുക്കണം. ഇതുപോലെ ചെറുതായി ഒന്ന് ബ്രൗൺ നിറമായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ഇട്ട് ഈ പൊടികളുടെ പച്ചച്ചുവ മാറുന്നതുവരെയും പൊടികൾ നന്നായി മൂത്ത് വരുന്നതുവരെ നല്ലതുപോലെ വറുക്കുക. ഈ തേങ്ങയിൽ കിടന്നതിന് പൊടികളും തേങ്ങയും എല്ലാം നല്ലതുപോലെ മൂത്ത് വരും. ഇങ്ങനെ നന്നായി മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കറി ലീഫ് ആഡ് ചെയ്യാം. കറി ലീഫ് നല്ലതുപോലെ മൂത്ത് വരണം. നന്നായി വറുത്തെടുക്കുക. ഇങ്ങനെ നന്നായി വറുത്തെടുത്തതിന് ശേഷം പൊടികളും തേങ്ങയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനെ തണുപ്പിച്ച് നമുക്ക് അരച്ചെടുക്കാം. ഇവിടെ നേരത്തെ ഞാൻ പീയണിക്ക വേവിച്ച് മാറ്റി വെച്ചിരുന്നു. അത് ഞാൻ അടുപ്പിലോട്ട് മാറ്റി. ഇതിലേക്ക് നമുക്ക് കൂട്ട് ചേർക്കാം. കൂട്ടും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഈ തീയലിലോട്ട് ഞാൻ പുളി ചേർക്കുന്നില്ല, കാരണം തക്കാളി നല്ലതുപോലെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തക്കാളിയിലെ പുളി ഇതിൽ കറക്റ്റായിരിക്കും. നല്ല പഴുത്ത തക്കാളി നോക്കി ചേർക്കണം. ഇത് നല്ലതുപോലെ വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ലൊരു പീയണിക്ക തീയൽ ഇവിടെ തയ്യാറാണ്. ഞാൻ ഉപ്പ് നോക്കി, അപ്പോൾ ഉപ്പ് അല്പം കുറവ് പോലെ തോന്നി. കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് നന്നായി ഒന്ന് വെട്ടി തിളച്ച് വരുമ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പീയണിക്ക തീയൽ ഇവിടെ തയ്യാറാണ്. പീയണിക്ക എല്ലാവരും മിക്കവരും എന്ത് ചെയ്യണമെന്ന് അറിയാതെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത്. ദയവായി നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കുക. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി ആഡ് ചെയ്ത് ഉള്ളി നല്ലതുപോലെ മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് കറി ലീഫ് ആഡ് ചെയ്യാം. കറി ലീഫ് ഇട്ട് കടുക് താളിച്ചത് ഇവിടെ തയ്യാറാണ്. പീയണിക്ക തീയൽ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കടുക് താളിച്ചത് ഒഴിക്കുമ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പീയണിക്ക വറുത്തരച്ച തീയൽ ഇവിടെ തയ്യാർ. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് തരിക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.